ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ. ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ. ആനന്ദപ്പൂമധു നൽകിടുന്ന കാരുണ്യക്കാതലെ തമ്പുരാനേ, തമ്പുരാനേ, തമ്പുരാനേ. ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ.
തിരുവടി പാതേ അടിയനെ ഇരുത്തി ഓരോരോ തേൻമൊഴി ഓതി ഓരോരോ തേൻമൊഴി ഓതി തിരുവടി പാതേ അടിയനെ ഇരുത്തി ഓരോരോ തേൻമൊഴി ഓതി ഓരോരോ തേൻമൊഴി ഓതി തിരുവടി പാതേ അടിയനെ ഇരുത്തി ഓരോരോ തേൻമൊഴി ഓതി ദേവനിൽ ദേവാ ശുഭാനന്ദ ദേവാ നിന്നുടെ ശോഭ ഞാൻ കണ്ടേ നിന്നുടെ ശോഭ ഞാൻ കണ്ടേ പരലോകനാഥൻ അകതാരിലുദിച്ചു ഉള്ളതുപോലെ പറഞ്ഞു ഉള്ളതുപോലെ പറഞ്ഞു പരലോക വ്യവസ്ഥയും പറയുന്നു ഗുരുദാൻ ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു പരലോക വ്യവസ്ഥയും പറയുന്നു ഗുരുദാൻ ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു അറിവുകളകറ്റാൻ അകതാരിലുദിച്ചു ഓങ്കാര പൊരുളോതി ഓങ്കാര പൊരുളോതി ഖഡ്ഗായുധ പടവാളെടുത്തു വെല്ലുവിളിക്കുന്നു നാഥൻ വെല്ലുവിളിക്കുന്നു നാഥൻ ഖഡ്ഗായുധ പടവാളെടുത്തു വെല്ലുവിളിക്കുന്നു ശാന്തിക്കു ശാന്തി ശുഭാനന്ദ ശാന്തി ഏവർക്കും ഏതിനും ശാന്തി ഏവർക്കും ഏതിനും ശാന്തി ശാന്തിക്കു ശാന്തി ശുഭാനന്ദ ശാന്തി ഏവർക്കും ഏതിനും ശാന്തി ഏവർക്കും ഏതിനും ശാന്തി സർവ
സർവശാന്തി ദാനം ചെയ്യുവാൻ അവതാരമായി വന്ന സർവശാന്തി ദാനം ചെയ്യുവാൻ തിരുവതാരമായി വന്ന ശാന്തി ശുഭാനന്ദം ശാന്തി ശുഭാനന്ദം 12 വർഷക്കാലം 12 തിരുവർഷക്കാലം ആത്മലോകത്തെ ദർശിക്കുവാനും ആത്മലോകത്തെ ദർശിക്കുവാൻ ആത്മരക്ഷ കൊടുക്കുവാനും ആത്മരക്ഷ കൊടുക്കുവാൻ ആനന്ദം അനുഭവമാക്കുവാനും ആനന്ദം അനുഭവമാക്കുവാൻ സ്വീകരിച്ചു വാണിരുന്ന സ്വീകരിച്ചു ആണിരുന്ന പൊന്നോമന തിരുവുടലിന്റെ പൊന്നോമന തിരുവുടലിന്റെ 118ാമത് പൂരാടൻ ജന്മനക്ഷത്ര ദിനമാണിന്ന്. 118ാമത് പൂരാടൻ ജന്മനക്ഷത്ര ദിനമാണിന്ന്. നിഷ്കളങ്ക രൂപം ആളായി വന്നു നിന്നുകൊണ്ട് ആത്മലോകത്തെ രക്ഷിച്ച ഒരവസ്ഥയാണ് അവതാരം. നിഷ്കളങ്ക രൂപം ആളായി വന്നു നിന്നുകൊണ്ട് ആത്മലോകത്തെ രക്ഷിച്ച ഒരു അവസ്ഥയാണ് ആ പൂരാടം. അവതാരം എന്ന് പറയുന്നത് അവതാരത്തിന്റെ തനിമ പരിപൂർണമായും അനുഭവമാകുവാൻ തക്ക വിധത്തിൽ അവതാരത്തിന്റെ മഹിമ പരിപൂർണമായും അനുഭവമാകുവാൻ തക്ക വിധത്തിൽ പുണ്യപുരാണത്തിൽ അതിന്റെ സവിശേഷതകളോടുകൂടി തന്നെയായിരുന്നു ആത്മരക്ഷകൻ വാണിരുന്നത്. പുണ്യപുരാണത്തിൽ അതിന്റെ സവിശേഷതയോടുകൂടി തന്നെയായിരുന്നു ആ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിനെ ശാന്തി സ്വരൂപനാകുന്ന ഗുരുവിനെ തത്വോത്ഭവ ഗുണസ്വരൂപനാകുന്ന ഗുരുവിനെ ഉള്ളിലുള്ള അറക്കെട്ടിനുള്ളിൽ പള്ളി കൊള്ളുന്ന പരമാത്മാവേ ശക്തിയുടെ പരിപൂർണ രൂപത്തെ പരിപൂർണമായും ഉള്ളിന്റെ ഉള്ളറക്കെട്ടിനുള്ളിൽ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും ആശ്വസിക്കുവാനും ആനന്ദിക്കുവാനും സ്വയമേവ കഴിവ് ആർജിച്ചെടുത്ത ഒരു മഹാപ്രതിഭയായിരുന്നു നമ്മുടെ ഗുരുപ്രസാദ് ഗുരുദേവൻ. കാരണം അത്രത്തോളം അഗാധമായി ഗുരുവിനോട് പ്രേമമുണ്ടായെങ്കിലേ യാതൊരു സംശയവുമില്ലാതെ ഗുരുവിനെ സേവിച്ചെങ്കിലേ എന്താണോ കൽപ്പന അത് മുഴുവൻ പരിപാലിച്ചെങ്കിലേ ഈ അവസ്ഥ ആത്മാവിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിന്റെ രൂപത്തെ അകതാരിൽ കണ്ട് ആ രൂപത്തെ തന്നെ പുറമേയും കണ്ട് ഗുരുപാദ സേവകൾ ചെയ്ത് ഗുരുപ്രസാദ് എന്ന നാമകരണത്തിന് അവകാശിയായി തീർന്ന മഹാപ്രതിഭയായിരുന്നു ഗുരുപ്രസാദ് ഗുരുദേവൻ. ആ പുണ്യപുരുഷോത്തമൻ, മഹാത്യാഗി, മഹാബലി, ഓ നിത്യ സൗഭാഗ്യദായകൻ, ഓ ഭക്തി മുക്തി പ്രദായകൻ, അങ്ങനെ അനേകം നാമങ്ങളിൽ നമുക്ക് വിളിക്കാൻ കഴിയുന്ന വിധത്തിൽ ഗുരുരൂപം ആ ആത്മാവിന്റെ രൂപമായി തീർന്നുകൊണ്ടാണ് ആത്മലോക മധ്യത്തിൽ ഉന്നതനായി വാണിരുന്നത്. ആത്മലോക മധ്യത്തിൽ എന്നാൽ അതീവ ശാന്തനായിട്ടാണ് വാണിരുന്നത്. എന്നാൽ നടത്തിയതെല്ലാം ധീരമായ കർമ്മങ്ങളുമായിരുന്നു. ആർക്കും സാധിക്കാത്ത കാര്യങ്ങളൊക്കെ അക്കാലത്ത് ഇവിടെ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നടത്താൻ കഴിയുന്നത്? പുറമേ ഏത് ഭാവവ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും, പുറമേ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറം വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാലും, സ്വീകരിക്കുന്ന
സ്വീകരിക്കുന്ന ദേഹങ്ങൾ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാലും സ്വീകരിക്കുന്ന ദിവ്യദേഹങ്ങൾ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്വീകരിക്കുന്നതും എല്ലാം സ്വീകരിക്കും. ആത്മബോധോദയ സംഘം നടത്തുന്നതും ആത്മലോകരക്ഷ ചെയ്യുന്നതും ആത്മലോകരക്ഷ ചെയ്യും. ആരാണ്? മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, പരമഗുരു വരൻ വാണിടുന്നു. ഓ മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, പരമഗുരു വരൻ വാണിടുന്നു. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, പരമഗുരു വരൻ വാണിടുന്നു. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. മാറ്റമില്ലാതെ മരണമില്ലാതെ പരമഗുരു ലോകത്തിൽ വാഴുവാൻ തീരുമാനം ചെയ്തതുകൊണ്ടാണ് മാറ്റമില്ലാതെ മരണമില്ലാതെ പരമഗുരു ലോകത്തിൽ വാഴുവാൻ തിരിച്ചറിഞ്ഞ് ചെയ്തുകൊണ്ടാണ് ഈ വിധത്തിൽ ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ വാഴുന്നതും ഈ വിധത്തിൽ തിരുശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ വാഴുന്നതും ഏത് ശരീരത്തിൽ ഇരുന്നാലും തന്റെ അവതാര കർമ്മങ്ങളെ അനുസ്യൂതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുശരീരത്തിൽ ഇരുന്നാലും തന്നെ തിരുവതാര കർമ്മങ്ങളെ അനുസ്യൂതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ എതിർക്കുവാനോ ഇതിനെ വെറുക്കുവാനോ ആ ശത്രുത പുലർത്തുവാനോ ഒക്കെ ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചിറങ്ങി തിരിച്ചാൽ അതെല്ലാം ഇതിൽ ഭസ്മീകരിച്ചു പോവുകയുള്ളൂ. കാരണം ഇതിനെ ജയിക്കുവാൻ കഴിവുള്ളവരാരും ലോകത്തിൽ പിറന്നിട്ടില്ല. ശക്തിക്കും ശക്തിയായി വാഴും ഏകസ്വരൂപൻ, ശക്തിക്കും ശക്തിയായി വാഴും ഏകസ്വരൂപൻ. ശക്തിക്കും ശക്തിയായി വാഴും ഏകസ്വരൂപൻ, ശക്തിക്കും ശക്തിയായി വാഴും ഏകസ്വരൂപൻ. ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ശക്തി വൈഭവങ്ങളെല്ലാം തന്നിൽ നിന്നുണ്ടായി വന്നതാണ്. അല്ലാതെ ഈ ശക്തിയിൽ നിന്ന് തനിക്ക് ശക്തി ഉണ്ടാക്കുകയല്ല. അതുകൊണ്ട് ആ ശക്തിയോട് എതിർക്കാൻ വന്നാൽ അത് ഭസ്മീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ആ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിന്റെ അധിവാസത്തെ തിരിച്ചറിയുവാനും അതിനെ പരിപാലിക്കുവാനും പരിപൂജ ചെയ്യുവാനുമുള്ള പ്രാപ്തി ഉണ്ടാകണം ആത്മാക്കൾക്ക്. അധിവാസത്തെ തിരിച്ചറിയുവാനും പരിപാലിക്കുവാനും അതിനെ പരിപൂജ ചെയ്യുവാനുമുള്ള അറിവുണ്ടാകണം. അതിനുള്ള പ്രാപ്തി ഉണ്ടാകണം. അറിവുണ്ടായെങ്കിലേ പ്രാപ്തി ഉണ്ടാകുകയുള്ളൂ. അറിവും കഴിവും പ്രാപ്തിയും ഗുരുവിൽ നിന്ന് നേടിയെടുക്കണം ശിഷ്യന്മാർ. അതിന് ആദ്യം ഉണ്ടാകേണ്ടത് അനുസരണയാണ്. അനുസരണയുള്ള ശിഷ്യന്മാരിൽ അളവില്ലാത്ത അറിവുകൾ ഈശ്വരൻ ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ 82ാമത്തെ വയസ്സിൽ ആ ശരീരത്തിലേക്ക് ശുഭാനന്ദ തപോശക്തി എഴുന്നള്ളി വാഴുവാൻ ആരംഭം കുറിച്ചപ്പോൾ പലരും വിചാരിച്ചു വൃദ്ധനാണല്ലോ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ കായക്ലേശം ഒന്നും എന്നിൽ ബാധിക്കാതെ വാഴുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്നതമായ താരാസ്തുതികളും ഉന്നതമായ ജന്മനക്ഷത്രങ്ങളും ഉന്നതമായ ആചാര്യസ്തുതികളും ഉന്നതമായ തീർത്ഥാടനങ്ങളും എന്ന് വേണ്ട എന്തെല്ലാം ഈ ലോകത്തിൽ ആത്മബോധോദയ
സംഘത്തിൽ കൂടി നടത്തുന്നുണ്ടോ, അങ്ങനെ എന്തെല്ലാം ഈ ലോകത്തിൽ ആത്മബോധോദയ സംഘത്തിൽ കൂടി നടത്തുന്നുണ്ടോ, അത് പൂർവാധികം ഭംഗിയായും ശക്തിയായും ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മലോകത്തിലേക്ക് നടപ്പാക്കി. അത് പൂർവാധികം ഭംഗിയായും ശക്തിയായും ആ തിരുശരീരത്തിൽ വാണിരുന്നുകൊണ്ട് ആത്മലോകത്തിലേക്ക് നടപ്പാക്കി. അതിലുപരിയായി അനേകായിരങ്ങളിലേക്ക് ഈ സത്യത്തെ ദാനം ചെയ്തു. അതിലുപരിയായി അനേകായിരങ്ങളിലേക്ക് ഈ മഹാസത്യത്തെ ദാനം ചെയ്തു. അനേകങ്ങളെ സന്യാസവൃന്ദങ്ങളിലേക്ക് സ്വീകരിച്ചു. അനേകങ്ങളെ സന്യാസവൃന്ദങ്ങളിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ അത്ഭുതകരമായ കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെ അത്ഭുതകരമായ കർമ്മങ്ങൾ ആ നിഷ്കളങ്ക സ്വരൂപൻ ആ നിഷ്കളങ്ക സ്വരൂപൻ ആളായി നിന്നുകൊണ്ട് ആത്മലോകത്തെ രക്ഷിച്ച ആളായി നിന്നുകൊണ്ട് ആത്മലോകത്തെ രക്ഷിച്ച ആ പുണ്യപുരുഷോത്തമനെ മഹാപുണ്യപുരുഷൻ മറക്കരുതേ, ആരും മറക്കരുതേ, ഗുരുവിന്റെ തിരുവാഴ്ച മറക്കരുതേ. മറക്കരുതേ, ആരും നാളെ നമുക്ക് ദുബൈയിൽ ഒരു പ്രത്യേക പരിപാടി നടക്കുന്നുണ്ട്. നാളെ നമുക്ക് ദുബൈയിൽ ഒരു പ്രത്യേക പരിപാടി നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു ഭക്തൻ ഭഗവാന്റെ ഒരു ഭക്തൻ അവിടെ കുറച്ച് ഭൂമി വാങ്ങി അവിടെ കുറച്ച് ഭൂമി വാങ്ങി അതിലൊരു ഭവനം നിർമ്മിച്ച് അതിലൊരു ഭവനം നിർമ്മിച്ച് അതിന്റെ ഗൃഹപ്രവേശന കർമ്മവും ഛായാചിത്ര പ്രതിഷ്ഠയും നടക്കുകയാണ്. അതിന്റെ ഗൃഹപ്രവേശന കർമ്മവും ഛായാചിത്ര പ്രതിഷ്ഠയും നടക്കുകയാണ്. ദുബായ് എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രമെന്നാണ് അറിയപ്പെടുന്നത്. ദുബായ് എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രം എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ജാതിമത വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജാതിമത വ്യത്യാസങ്ങളൊന്നും അവിടെ കൂടുതലുള്ളതും അവിടുത്തെ മതാചാരങ്ങൾ കൂടുതലായി പ്രാബല്യത്തിലുള്ളതും ആ ഇസ്ലാം മതവിഭാഗമാണ്. മതാചാരങ്ങൾ കൂടുതൽ പ്രാബല്യത്തിലുള്ളതാണ് ഇസ്ലാം മതാചാരങ്ങളാണ്. ആ വിധത്തിൽ മുഹമ്മദ് നബിയുടെ ആ മണ്ണിൽ മുഹമ്മദ് നബിയുടെ ആ മണ്ണിൽ ആ സർവശക്തിയുടെ കാരുണ്യത്താൽ നമ്മുടെ ഒരു കുഞ്ഞ് കുറച്ച് ഭൂമി വാങ്ങിയിരിക്കുകയാണ്. സർവശക്തന്റെ മഹാകാരുണ്യത്താൽ ഭഗവാന്റെ ഒരു കുഞ്ഞിന് അത് വാങ്ങിയതും വലിയ അത്ഭുതമായ വഴികളിലൂടെയാണ്. വാങ്ങിയതും വളരെ അത്ഭുതകരമായ വഴികൾ. നമുക്കൊരു സ്ഥാപനം അവിടെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി എല്ലാ രാജ്യത്തും സ്ഥാപനം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും തിരുസന്നിധാനങ്ങൾ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു. എന്നാൽ വിദേശ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സന്താനങ്ങൾ ഉള്ളത് UAE-യിലാണ്. ഏറ്റവും കൂടുതൽ ഭഗവത് സന്താനങ്ങൾ ഉള്ളത് UAE-യിൽ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വേഗം അവിടെ ഒരു സ്ഥാപനം ഉണ്ടാകണമെന്ന ആർത്തിയോടുകൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വേഗം അവിടെ ഒരു സ്ഥാപനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഭഗവാന്റെ സന്താനങ്ങൾ ഒരുങ്ങി. ഇതിനിടയിലാണ് നമുക്ക് കുവൈറ്റിൽ ഒരു സ്ഥാപനം സ്വന്തമായി ലഭിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് കുവൈറ്റിൽ ഒരു സ്ഥാപനം നമുക്ക് സ്വന്തമായി നമ്മുടെ ഒരു സന്താനം അത് വാങ്ങി ഭഗവാന്റെ ഒരു സന്താനം അത് വാങ്ങി. അവിടെ ഇപ്പോൾ ആരാധനകൾ നമ്മുടെ നിയമത്തിലുള്ള ആരാധനകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമത്തിലുള്ള നമ്മുടെ ആരാധനകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ അതിന്റെ കൂടെ ഇതും നടക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പല കാര്യങ്ങളും അറിയിച്ചു. അതിന്റെ കൂടെ ഇത് നടക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പല കാര്യങ്ങളും കൽപ്പിച്ചു. അപ്പോ അവർ തന്നെ വന്ന് പറഞ്ഞു, ഭഗവാനെ അവിടെ ഭൂമി കിട്ടുന്നത് വലിയ പ്രയാസമാണ്. അവർ തന്നെ വന്ന് നിർമ്മാണങ്ങൾ അറിയിച്ചു, ഭഗവാനെ അവിടെ ഭൂമി കിട്ടുന്നത് വളരെ പ്രയാസമാണ്. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഏതെങ്കിലും ഒരു ഹാള് നമുക്ക് ഇത്ര വർഷത്തേക്കെന്ന് പറഞ്ഞ് വാങ്ങിക്കാം. തൽക്കാലത്തേക്ക് നമുക്കൊരു ഹാള് ഇത്ര വർഷത്തേക്കെന്ന് പറഞ്ഞ് വാങ്ങിക്കാം. അതിനൊരു തുക അടച്ചാൽ മതി. അതിനൊരു തുക അടച്ചാൽ ഒന്നുകിൽ ഒരു വർഷം അല്ലെങ്കിൽ മാസക്കണക്കിനൊക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റും. ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസക്കണക്കിന് അപ്പൊ അതിന്റെ ചെലവൊക്കെ അവർ കണക്ക് കൂട്ടി. അതിന്റെ ചെലവൊക്കെ അവർ കണക്ക് കൂട്ടി. അപ്പോൾ എത്ര പേർക്ക് എത്ര രൂപ വീതം ചെലവാകും ഇതൊക്കെ അവർ കണക്ക് കൂട്ടി വളരെ ഗംഭീരമായിട്ട് അത് ഒരുങ്ങാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അതിന് ഒരുങ്ങാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശുചിഭക്തനെ വിളിച്ച ഒരാൾ പറയുന്നത്, ഇങ്ങനെ ഒരു അവസരമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു പോകുന്നു പറഞ്ഞു. അപ്പോഴാണ് ശുചിഭക്തനെ വിളിച്ച് ഒരാൾ പറയുന്നത്, ഇങ്ങനെ ഒരു അവസരമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു. അത് നമുക്ക് ആശ്രമം കെട്ടാൻ മാത്രമുള്ള ഭൂമിയില്ല. ആശ്രമം കെട്ടാൻ മാത്രമുള്ള ഭൂമി. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നിലയിൽ നിന്നുകൊണ്ട് ഒരു ഭവനം നിർമ്മിക്കുവാൻ വേണ്ടി അവരുടെ കൂടി സഹായത്തോടുകൂടി ലഭിക്കുന്നതാണ്. അപ്പോ ശുചിഭക്തൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഭൂമി ലഭിക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞതിന്റെ പിറ്റേയാഴ്ചയാണ് അവർ വിളിക്കുന്നത്. അപ്പൊ കണ്ണുനീരോടുകൂടി എന്നെ വിളിച്ച് അറിയിച്ചു, ഭഗവാനെ ഇങ്ങനെ ഒരു കാര്യം അവർ വിളിച്ച് എന്നെ ഞാൻ അറിയിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കളയണ്ട, വാങ്ങിച്ചു, ഭഗവാൻ
ഭഗവാന്റെ ആദർശ സ്ഥാപനത്തിനുള്ള തുടക്കമായി തീരട്ടെ. ഭഗവാൻ കൽപ്പിച്ചു, കളയണ്ട, വാങ്ങിച്ചോ, ഭഗവാന്റെ ആദർശ സ്ഥാപനത്തിലുള്ള തുടക്കമാകട്ടെ. അങ്ങനെ ഒരു ഭൂമി വാങ്ങി അങ്ങനെ ഒരു ഭൂമി വാങ്ങി നമ്മൾ അവിടെ ഒരു ഭവനമുണ്ടാക്കി. അവിടെ വിശാലമായ ഒരു പൂജാമുറിയും അതിനോടനുബന്ധമായവർക്ക് താമസിക്കാൻ സൗകര്യം അവിടുത്തെ പ്ലാൻ അനുസരിച്ചൊക്കെയാണ് ചെയ്തിരിക്കുന്നതെങ്കിലും അവിടെ ഒരു പൂജാമുറി അതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അവിടെ നാളെ പ്രതിഷ്ഠാകർമ്മം നടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഉത്സവത്തിന് വേണ്ടി എല്ലാവരും ഒത്തുകൂടുന്നത് കൊണ്ട് നാളത്തേക്ക് അത് ആക്കിയിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് ഞാൻ നമ്മുടെ ഗുരുപൂജാൻ സ്വാമി അയച്ചു. അപ്പൊ ഇപ്പൊ ഞാനിത് പറയാൻ കാരണം ഗുരുപൂജാൻ സ്വാമി അവിടേക്ക് നിയോഗിതനായി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാനിത് ഓർത്തത്. കാരണം ഗുരുപൂജാൻ സ്വാമിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഥകളി ആചാര്യനായിരുന്നു, അതുല്യ പ്രതിഭയായിരുന്നു. അദ്ദേഹം ഒരു സാന്നിധ്യം കഥകളി രംഗത്തുണ്ട്. ഒരു സ്റ്റേജിൽ അദ്ദേഹം വരുന്നുവെന്ന് അറിഞ്ഞാൽ ജനങ്ങൾ അധികമായി വരുമായിരുന്നു. അറിവുള്ളവരെല്ലാം എത്തുമായിരുന്നു. അത്ര അഗ്രഗണ്യനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു മഹാപ്രതിഭയായിരുന്നു. അദ്ദേഹത്തെയാണ് നമ്മൾ ഈ കാഷായം കൊടുത്ത് ഗുരുപൂജാനന്ദൻ എന്ന് നാമകരണം ചെയ്തത്. അപ്പൊ ഇഞ്ചക്കാട് രാമേന്ദ്രൻ പിള്ള എന്നുള്ളത് മാറി സ്വാമി ഗുരുപൂജാനന്ദൻ എന്ന് നാമകരണം ചെയ്തു. ആ ഇഞ്ചക്കാട് രാമേന്ദ്രൻ പിള്ള ഇവിടെ എത്തിച്ചേർന്നത് മൂന്നാം ശരീരത്തിൽ ഞാൻ വാഴുന്ന സമയത്താണ്. ആ ശരീരത്തിലിരുന്നു കൊണ്ട് കണ്ടെടുത്ത ആ ആത്മാവിനെ, ആ ഭക്തി വിനയം അനുസരണ പരിശീലിപ്പിച്ച് ആദർശ ജീവിതത്തിലൂടെ നടത്തി ഇപ്രകാരം ഉയർത്തി സന്യാസ സംഘത്തിൽ അംഗമാക്കി ഇന്ന് പൂരാടം ആഘോഷിക്കുവാൻ അവിടേക്ക് നിയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ പരമഗുരു വരൻ വാണിടുന്നു. ശരീരം മാത്രമേ മാറുന്നുള്ളൂ, ശക്തിക്കൊരു മാറ്റമില്ല, തൻ്റെ ശബ്ദത്തിലൂ മാറ്റമില്ല. ശക്തി മരണമില്ല, യാതൊരു മറവുമില്ല. നിത്യപ്രകാശമാണ്, മഹാചൈതന്യമാണ്. അതിനെ ആർക്കും മറയ്ക്കുവാൻ കഴിയില്ല, അതിൽ നിന്നൊന്നും മറയുകയുമില്ല. ആ സർവ്വതും ഉള്ളിലായും ഉള്ളിലെ
ഉള്ളിലേക്കായും സ്വീകരിച്ചുകൊണ്ടാണ് മഹാശക്തി വാഴുന്നത്. താനല്ലാതൊരു വസ്തു, താനില്ലാതൊരു വസ്തു ഈ പ്രപഞ്ചത്തിൽ കാണുവാനില്ല. അങ്ങനെയുള്ള ഏകവസ്തുവാകുന്ന പരമഗുരുവിനെ ഏതു വിധത്തിൽ പരിപാലിക്കണമല്ലെങ്കിൽ പൂജിക്കണമെന്ന് ആർക്കും മാതൃകയാക്കാൻ കഴിയുമെന്ന് കൽപ്പിച്ചരുളിയ മഹാശബ്ദമാണ് ഗുരുപ്രസാദ് ഗുരുദേവൻ. മാതൃകയാക്കാമെന്ന് കൽപ്പിച്ചറിയ തിരുശബ്ദമാണ് ഗുരുപ്രസാദം. ഗുരുപ്രസാദം കൈവരിച്ചു. വീണ്ടും വന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ടും അതേ ശബ്ദം വീണ്ടും വീണ്ടും സ്വീകരിക്കപ്പെട്ടു. വീണ്ടും വന്നിരുന്ന തിരുശരീരത്തിൽ കൂടി വീണ്ടും വീണ്ടും ആ തിരുശബ്ദം തന്നെ സ്വീകരിക്കപ്പെട്ടു. ഉന്നതമായി ആ ബ്രഹ്മചൈതന്യത്തിൽ നിലനിർത്തി വളർത്തി ഉയർത്തിയാണ് ആ വിഗ്രഹത്തെ സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് നിഷ്കളങ്ക സ്വരൂപന്റെ മർത്യാവതാരത്തെ കാൺമാൻ നിഷ്കളങ്ക സ്വരൂപന്റെ മർത്യാവതാരത്തെ കാൺമാൻ നിഷ്കളങ്ക സ്വരൂപന്റെ മർത്യാവതാരത്തെ കാൺമാൻ ജ്ഞാനമതു നൽകിയിടുന്നു അവതാരം താൻ. നിഷ്കളങ്ക സ്വരൂപന്റെ മർത്യാവതാരത്തെ കാൺമാൻ സർവജ്ഞാനം നൽകിയിടുന്നു അവതാരം താൻ. സർവജ്ഞാനം നൽകിയിടുന്നു അവതാരം താൻ. ജ്ഞാനമതു സ്വീകരിച്ചു സൽക്കർമ്മങ്ങൾ ചെയ്തിടുമ്പോൾ ജ്ഞാനമതു സ്വീകരിച്ചു സൽക്കർമ്മങ്ങൾ ചെയ്തിടുമ്പോൾ നിത്യപ്രകാശമായ ആത്മരൂപം കണ്ടിടാം. ജ്ഞാനമതു സ്വീകരിച്ചു സൽക്കർമ്മങ്ങൾ ചെയ്തിടുമ്പോൾ നിത്യപ്രകാശമായ ആത്മരൂപം കണ്ടിടാം. നിത്യപ്രകാശത്തെ ഉള്ളിൽ കണ്ടിടുന്ന ആത്മാക്കൾക്ക് നിത്യപ്രകാശത്തെ ഉള്ളിൽ കണ്ടിടുന്ന ആത്മാക്കൾക്ക് ആപത്തില്ല, ദുഃഖമില്ല, ആനന്ദം തന്നെ. നിത്യപ്രകാശത്തെ ഉള്ളിൽ കണ്ടിടുന്ന ആത്മാക്കൾക്ക് ആപത്തില്ല, ദുഃഖമില്ല, ആനന്ദം തന്നെ. ആപത്തൊഴിഞ്ഞാനന്ദത്തെ ആത്മാവിൽ കരസ്ഥമാക്കി ഈ ആപത്തൊഴിഞ്ഞാനന്ദത്തെ ആത്മാവിൽ കരസ്ഥമാക്കി
ബാധിച്ചിടുമ്പോൾ ഇരുട്ടായ വസ്തുവിൽ ഈ വെളിച്ചം ബാധിച്ചിടുമ്പോൾ ചൈതന്യമായുള്ള വസ്തു അതിൽ കണ്ടിടാം. ഇരുട്ടായ വസ്തുവിൽ ഈ വെളിച്ചം ബാധിച്ചിടുമ്പോൾ ചൈതന്യമായുള്ള വസ്തു അതിൽ കണ്ടിടാം. ഉള്ളിലുള്ള പ്രകാശത്തെ ചുറ്റുമായി കണ്ടിടുവാൻ ഉള്ളിലുള്ള പ്രകാശത്തെ ചുറ്റുമായി കണ്ടിടുവാൻ ഉള്ളിലുള്ള പ്രകാശത്തെ ചുറ്റുമായി കണ്ടിടുവാൻ ഉദിക്കുന്ന പ്രകാശം ആത്മബോധം തന്നെ. ഉദിക്കുന്ന പ്രകാശം ആത്മബോധം തന്നെ. ഉള്ളിലുള്ള പ്രകാശത്തെ ചുറ്റുമായി കണ്ടിടുവാൻ ഉദിക്കുന്ന പ്രകാശം ആത്മബോധം തന്നെ. ആത്മബോധം ഉദിപ്പിച്ചു ആത്മശാന്തി നൽകിയിടുന്ന ആത്മബോധം ഉദിപ്പിച്ചു ആത്മശാന്തി നൽകിയിടുന്ന ആത്മബോധം ഉദിപ്പിച്ചു ആത്മശാന്തി നൽകിയിടുന്ന ആത്മാവിന്റെ ഉടമസ്ഥൻ ശുഭാനന്ദം ആത്മബോധം ഉദിപ്പിച്ചു ആത്മശാന്തി നൽകിയിടുന്ന ആത്മബോധം ഉദിപ്പിച്ചു ആത്മശാന്തി നൽകിയിടുന്ന ആത്മാവിന്റെ ഉടമസ്ഥൻ ശുഭാനന്ദം ആത്മബോധം ഉദിപ്പിച്ചു ആത്മബോധം ഉദിപ്പിച്ചു ആത്മശാന്തി നൽകിയിടുന്ന ആത്മാവിന്റെ ഉടമസ്ഥൻ ശുഭാനന്ദം ആത്മാവിന്റെ ഉടമസ്ഥൻ ശുഭാനന്ദം ആത്മാവിന്റെ ഉടമസ്ഥൻ ശുഭാനന്ദം. സർവജ്ഞാനത്തെ സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ നിരന്തരം ചെയ്ത് ആപത്തനർത്ഥങ്ങൾ ഒഴിഞ്ഞ് ദുഃഖദുരിതങ്ങൾ ഒഴിഞ്ഞ് സർവദാ സന്തോഷവും സർവദാ ആനന്ദവും ആത്മാവിൽ അനുഭവിക്കുവാൻ കരുതുക കരുതുക. നിത്യജീവിതം കരുതിക്കൊള്ളുക. അണിവിട തെറ്റാത്ത നിയമജീവിതം നിങ്ങൾ തുടർന്നുകൊള്ളുക. അപ്രകാരം ഗുരുവിൽ നിന്നുള്ള ഏതു കൽപ്പനയും അണിവിട തെറ്റാതെ സ്വീകരിച്ച് പരിപാലിച്ചതിന്റെ ഫലമാണ്. ഉന്നതനായി അജയ്യനായി ആനന്ദരൂപനായി ഗുരുപ്രസാദ് ഗുരുദേവൻ ഈ ലോകത്തിൽ നിങ്ങൾക്ക് മധ്യസ്ഥനായി ഞാൻ എഴുന്നള്ളി വാണിരുന്നത്.
കൂടി മഹാശക്തി നമുക്ക് മധ്യസ്ഥനായി പ്രത്യക്ഷമായി വാണിരുന്നത്. എഴുന്നള്ളി വാണിരുന്നത്. അപ്രകാരം മാറ്റമില്ലാത്ത പരമഗുരുവിനെ കാണുന്നു, കേൾക്കുന്നു, ഞങ്ങൾ ശിഷ്യരാണ് എന്ന് അവകാശപ്പെട്ടാൽ പോരാ. അത് സ്വന്തം കർമ്മങ്ങൾ കൊണ്ടതിൽ അവകാശപ്പെടുത്തണം. വിശ്വാസത്തിൽ കൂടി വ്യവസ്ഥപ്പെടുത്തി ഉറപ്പിക്കണം. വിശ്വാസത്തിൽ കൂടി ആശ്വാസവും ആശ്വാസത്തിൽ കൂടി വിശ്വാസവും ഉറപ്പിക്കുന്ന വ്യവസ്ഥയാണ് ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘത്തിൽ കൂടി ഈ നടത്തുന്ന കർമ്മങ്ങൾ ഓരോന്നും ആത്മപരിശുദ്ധി ദാനം ചെയ്ത് ആത്മാനന്ദം എത്തിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ദൂരെ നിന്ന് ചിന്തിക്കുന്നവർക്ക്, അറിവില്ലാത്തവർക്ക് പല കാര്യങ്ങളും നമ്മളെ നോക്കി വിമർശിക്കാൻ കഴിയും. കാരണം ലോകത്തിലുള്ള പല നിയമങ്ങളും നമ്മളും സ്വീകരിക്കുന്നുണ്ടല്ലോ. ലോകത്തിലുള്ള പല ആചാരങ്ങളോടും നമ്മുടെ ആചാരങ്ങൾക്ക് സാമ്യത തോന്നിയേക്കാം. കാരണം ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പുണ്യപുരുഷന്മാർ നിയമിച്ചു നിലനിർത്തിയതാണ്. പുണ്യമായി വന്നിട്ടുള്ളവരെല്ലാം ആരിൽ നിന്ന് വന്നതാണ്? പുണ്യപുരുഷോത്തമനാകുന്ന ഗുരുവിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പുണ്യമായി വന്നവരും ഇനി മേലിൽ വരുവാനായുള്ളവരും വെറുതെ പാടുന്നാൽ ഇതൊക്കെ സത്യമാണ്. കാരണം ഇത് തിരിച്ചറിയണമെങ്കിലും ആത്മാവിൽ വെളിച്ചം ഉണ്ടാകണം. കാരണം സൂക്ഷ്മമായി നിൽക്കുന്ന ഈ ദേവീദേവന്മാരെയും ദൂതപരമ്പരകളെയും നിങ്ങൾ ഓരോരുത്തരും യാത്ര ആരംഭിച്ച സമയം മുതൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുവാൻ ആഗ്രഹിച്ച സമയം മുതൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ഈ പ്രകൃതിയിൽ പൂർത്തീകരിച്ചത് ഈ ദൂതന്മാരും ദേവീദേവന്മാരും ചേർന്നാണ്. അപ്രകാരം ഒരുങ്ങി നിലകൊള്ളുന്ന ദേവീദേവന്മാരും ദൂതപരമ്പരകളും നിങ്ങൾ സ്ഥൂലാവസ്ഥയിൽ അവരെ ദൃശ്യമല്ല. എങ്കിൽ പോലും അവരുടെ വൈഭവങ്ങൾ, അവരുടെ ഗുണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവരെ കാണുന്നില്ല. എന്തുകൊണ്ട്? അത് കാണുവാനുള്ള കാഴ്ച നിങ്ങളിൽ എത്തിയിട്ടില്ല. അപ്പൊ അവരെ കണ്ടെങ്കിലേ ഇത് നടക്കുകയുള്ളൂ അങ്ങനെ ചിന്തിക്കണ്ട. അങ്ങനെ നിയമമൊന്നുമില്ല. പക്ഷേ അണുവിട തെറ്റാതെ ഈ ജീവിതം ചെയ്താൽ ഉൾപ്രകാശം ഉണ്ടാവുകയും ഉൾക്കാഴ്ച ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കാണാൻ പറ്റും. ഉൾക്കാഴ്ച ഉണ്ടായാൽ എല്ലാം അറിവാകും. എല്ലാം കൽപ്പനകളാണ്. അപ്പൊ ഇത് ഉൾക്കാഴ്ച നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സത്യവും ധർമ്മവും ഒരു ആത്മാവിൽ കൂടി പൂർത്തീകരിക്കപ്പെടണം. ഞാൻ സത്യം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യമാവുകയില്ല. ഞാൻ ധർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ധർമ്മമാവുകയില്ല. സത്യം പാലിക്കുന്നവർ പറയുകയില്ല, ധർമ്മം പുലർത്തുന്നവരും അത് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കാറുമില്ല. അവർ ആരും അറിയാതെ സ്വന്തം ആത്മാവിൽ മനസാക്ഷിയിൽ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം പെരുമാറുന്നത്. അവിടേക്ക് മാത്രമേ അവർ ശ്രദ്ധിക്കാറുള്ളൂ. ആത്മസുഖത്തിന് മങ്ങൽ വരാത്ത വിധത്തിൽ സൂക്ഷിച്ച് ജീവിക്കുവാനാണ് അവരെപ്പോഴും കരുതുന്നത്. പ്രത്യക്ഷമായ ഒരു ഉദാഹരണം നമ്മുടെ ഗുരുപ്രസാദ് ഗുരുദേവൻ തന്നെയാണ്. കാരണം വെള്ളവസ്ത്രത്തിൽ ജീവിക്കുന്ന സമയത്ത് പോലും അന്ന് ആശ്രമത്തിൽ ഭഗവാനോടൊപ്പം കഴിയുന്ന കാലഘട്ടത്തിൽ അന്ന് അവിടെ പാചകം ചെയ്യാൻ നിർത്തിയിരുന്ന രണ്ട് സ്ത്രീകളോട്, തന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ രണ്ട് സ്ത്രീകളോട് എന്തോ ഒന്ന് കയർത്ത് പറയേണ്ടി വന്നു. അവരെന്തോ ഒരു ഇത് അനുസരണക്കേട് കാണിച്ചപ്പോൾ അല്പം മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു. അപ്പൊ
അന്നത്തെ ഡയറിയിൽ എഴുതി, ഇന്ന് ഇന്ന കാരണത്തിൽ ഇന്നാരോട് എനിക്ക് മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു, കോപിച്ച് സംസാരിക്കേണ്ടി വന്നു. വലിയ തെറ്റായിപ്പോയി. അത് ഗുരുമുമ്പാകെ ഉണർത്തിച്ച് ആ ഭാരമൊഴിച്ച് ഞാൻ ആശ്വസിച്ച് കിടന്നുറങ്ങി എന്നാണ് അന്നത്തെ ഡയറി എഴുതിയിരിക്കുന്നത്. ഇത് സത്യത്തിന്റെ മുഖമാണ്. അത് വെറുതെ എഴുതിയുണ്ടാക്കിയതല്ല. രണ്ടുപേരോട് അവിചാരിതമായിട്ടൊന്ന് സംസാരിച്ചു അല്ലെങ്കിൽ കോപിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആർക്കും വലിയ കുഴപ്പമൊന്നും തോന്നുകയില്ല. ആത്മസുഖത്തെ കരുതി ജീവിക്കുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ അവിടെ മങ്ങലുണ്ടാക്കും. മനോഹരമായ ഒരു കണ്ണാടി വെച്ച് നമ്മൾ അതിൽ നമ്മുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ എവിടെ നിന്നോ അല്പം അഴുക്ക് പുരണ്ടു. നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പോ നമ്മുടെ കവിളിന്റെ ഭാഗത്ത് ഒരു കുത്തുപോലെ അതിൽ ആ കണ്ണാടിയുടെ പ്രതലത്തിൽ അഴുക്കിരിക്കുകയാണ്. അപ്പോ നമുക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടാവും. നമ്മൾ തുടച്ചു മാറ്റും. ഇത് ശ്രദ്ധിക്കാത്ത ആളാണെങ്കിൽ അവിടെ വന്നു എല്ലാം കണ്ടു. ഈ കുത്തും കാണത്തില്ല, കോമായും കാണത്തില്ല. അവിടെ വന്നു തലയി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഇപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് പരിപാടികൾ ഇപ്പൊ കണ്ണാടിയുടെ മുമ്പിലാണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തു, അവരങ്ങ് പോകും. എന്നാൽ ഇത് പ്രതലം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെറിയ എന്തെങ്കിലും വന്നിരുന്നാൽ തന്നെ അവർ പെട്ടെന്ന് കാണും. അപ്പൊ തന്നെ തുടച്ചു നീക്കും. മനോഹരമായ മുഖം കണ്ട് സന്തോഷിക്കും. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ കണ്ണാടിയിലാണ് ഈ ആത്മസുഖം നമ്മൾ അനുഭവിക്കുന്നത്. നേരിയ മങ്ങൽ അവിടെ ഉണ്ടായാൽ അപ്പോൾ തന്നെ അതിനെ പരിഹരിച്ച് വേണം പിറ്റേ പ്രഭാതം നമ്മൾ കാണുവാൻ. അതാണ് നമ്മുടെ നിയമം. ആ നിയമപ്രകാരം ലോകരംഗത്ത് ജീവിച്ച് മുന്നേറിയതാണ് ഗുരുപ്രസാദ് ഗുരുദേവന്റെ മഹത്വം. എന്തെല്ലാം തെറ്റുകളാരും ചെയ്യട്ടെ, എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ ചെയ്യട്ടെ, കോപിച്ചൊരു വാക്കാരോടും സംസാരിക്കുക. അങ്ങനെ ശാന്തനായി അതിശാന്തനായി ലോകത്തിൽ വാണിരുന്നുകൊണ്ടാണ് ധീരനായ കലിയുഗ ഖഡ്ഗിയുടെ കർമ്മം അതിൽ കൂടി 12 വർഷം നിറവേറ്റിയത്. കലിയുഗ ഖഡ്ഗി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സമ്പൂർണമായ സ്വയംപ്രകാശത്തിന്റെ ധാർമ്മികവും നിഷ്കളങ്കവുമായ ധീരതയാണ് കലിയുഗത്തിലെ ഖഡ്ഗി. അപ്പോ ഖഡ്ഗിയുടെ പ്രവർത്തനം നടക്കണമെങ്കിൽ ആ ധീരത ഉണ്ടാവണം. അത് എടുക്കടാ, വെക്കടാ, കെട്ടടാ, പിടിയിടാ എന്ന് പറയുന്നതല്ല. ശാന്തമായി അതിശാന്തമായി ഖഡ്ഗീതൻ കർമ്മങ്ങൾ ചെയ്തിടുന്നു. ശാന്തമായി അതിശാന്തമായി ഖഡ്ഗീതൻ കർമ്മങ്ങൾ ചെയ്തിടുന്നു. ശാന്തമായി അതിശാന്തമായി ഖഡ്ഗീതൻ കർമ്മങ്ങൾ ചെയ്തിടുന്നു. ധീരമായി അതിധീരമായി ഖഡ്ഗീതൻ കർമ്മങ്ങൾ ചെയ്തിടുന്നു. ധീരമായി അതിധീരമായി ഖഡ്ഗീതൻ കർമ്മങ്ങൾ ചെയ്തിടുന്നു. ആരോടും ഭേദമൊട്ടുമില്ലാതെ ഖഡ്ഗീതൻ കർമ്മം തുടർന്നിടുന്നു. ആരോടും ഭേദം ഏതുമില്ലാതെ ആരോടും ഭേദം ഏതുമില്ലാതെ ഖഡ്ഗീതൻ കർമ്മം തുടർന്നിടുന്നു.
സൽഗുരുവാകുന്ന ശില്പി തന്നെ വന്നു വാർത്തിടുന്നു ആത്മരൂപമത്. സദ്ഗുരുവാകുന്ന ശില്പി തന്നെ വന്നു വാർത്തിടുന്നു ആത്മരൂപമത്. സദ്ഗുരുവാകുന്ന ശില്പി തന്നെ വന്നു വാർത്തിടുന്നു ആത്മരൂപമത്. വേദങ്ങളും പല ശാസ്ത്രങ്ങളും ആത്മരൂപത്തിൽ ചേർത്തു വിളക്കിടുന്നു. 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 വേദവേദാധ്യമാനന്ദരൂപനെ ആത്മാവിൽ തന്നെ തെളിയിക്കുന്നു. വേദവേദാന്തരമാനന്ദരൂപനെ ആത്മാവിൽ തന്നെ തെളിയിക്കുന്നു. വേദവേദാന്തരമാനന്ദരൂപനെ ആത്മാവിൽ തന്നെ തെളിയിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർക്കുള്ളിൽ ശാസ്ത്രബോധമായി വാഴുന്ന രൂപത്തെ തെളിയിക്കുന്നു. ശാസ്ത്രജ്ഞന്മാരുള്ളിൽ ശാസ്ത്രബോധമായി വാഴുന്ന രൂപത്തെ തെളിയിക്കുന്നു. ശാസ്ത്രജ്ഞന്മാരുള്ളിൽ ശാസ്ത്രബോധമായി വാഴുന്ന രൂപത്തെ തെളിയിക്കുന്നു. തന്നെ കൂടാതൊരു ശാസ്ത്രമില്ല, തന്നെ കൂടാതൊരു വേദമില്ല. തന്നെ കൂടാതൊരു ശാസ്ത്രമില്ല, തന്നെ കൂടാതൊരു വേദമില്ല. ശാസ്ത്രവും വേദവും ലോകവും കർമ്മവും അന്ത്യത്തിൽ തന്നിലടങ്ങിടുന്നു. ശാസ്ത്രവും വേദവും ലോകവും കർമ്മവും അന്ത്യത്തിൽ തന്നിലടങ്ങിടുന്നു. ശാസ്ത്രവും വേദവും ലോകവും കർമ്മവും അന്ത്യത്തിൽ തന്നിലടങ്ങിടുന്നു. തന്നെ കൂടാതൊരു വേദമില്ല, തന്നെ കൂടാതൊരു ശാസ്ത്രമില്ല. തന്നെ കൂടാതൊരു വേദമില്ല, തന്നെ കൂടാതൊരു ശാസ്ത്രമില്ല. വേദവും ലോകവും കർമ്മവും അന്ത്യത്തിൽ തന്നിലടങ്ങിടുന്നു. തന്നെ കൂടാതൊരു വേദമില്ല, തന്നെ കൂടാതൊരു ശാസ്ത്രമില്ല. വേദവും ലോകവും കർമ്മവും അന്ത്യത്തിൽ തന്നിലടങ്ങിടുന്നു. ശാസ്ത്രവും വേദവും Oh,
അപ്പൊ സർവചരാചരങ്ങളും സർവവേദങ്ങളും സർവശാസ്ത്രങ്ങളും അത് വിധിക്കപ്പെട്ടിരിക്കുന്ന സർവകർമ്മങ്ങളും എല്ലാം അന്ത്യത്തിൽ എവിടെ ചെന്ന് ചേരും? ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിച്ചേരും. ആടി അടങ്ങിയ അനുഭവത്തിൽ കൂടി സർവ്വതും തന്നിലേക്ക് തന്നെ ചെന്ന് ചേരും. അങ്ങനെ സർവ്വതും സ്വീകരിപ്പാൻ എഴുന്നള്ളി വന്ന ദൈവം ശാന്തിയായി വാണിരുന്നു, അതിധീരനായി വാണിരുന്നു, ആത്മലോകത്തെ രക്ഷിച്ചു. ആ അനുഭവത്തിലാണ് ഇന്ന് ഇത്രയും സന്താനങ്ങൾ ഇവിടെ എത്തി ഈ പൂരാടൻ ജന്മനക്ഷത്രം ആഘോഷിക്കുന്നത്. നന്ദിയും ഭക്തിയുമുള്ള എൻ്റെ ഓമനമിത്രങ്ങളെ, നിങ്ങളേവരും ഇവിടെ എത്തിച്ചേർന്നതും ഈ കർമ്മങ്ങളെല്ലാം ഇത്ര വിപുലമായും ഗംഭീരമായും നടത്തിയതും കണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങൾക്കെന്നും അനുഗ്രഹമായിരിക്കട്ടെ, എന്നും നിങ്ങൾക്ക് സന്തോഷമായി ഭവിക്കട്ടെ, എന്നും നിങ്ങൾക്ക് ഇത് ആനന്ദമായി ഭവിക്കട്ടെ. ഇനി നമുക്ക് നടക്കാനിരിക്കുന്നത് 143ാമത് പൂരം ജന്മനക്ഷത്രമാണ്. ഉന്നതമായി, അത്യുന്നതമായി, മഹോത്സവമായി, മനോത്സവമായി ലോകമറിയപ്പെടുവാൻ തക്ക വിധത്തിൽ പൊന്നിൻപൂരം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഓമന സന്താനങ്ങളൊന്ന് കൈവർത്തി കണ്ടാക്കും. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, തിരുവവതാര സുദിനമിത ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി ഇന്നു പ്രവർത്തിക്കാം.
ഈ ആർത്തിയും തുടർന്ന് വരുന്ന ദിനങ്ങളിൽ വളരെ പ്രത്യക്ഷമായി നിങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ഉന്നതമായ കർമ്മങ്ങളിലൂടെ നമുക്ക് ആനന്ദിക്കാം. നമ്മുടെ ഉത്സവങ്ങളെല്ലാം ആനന്ദോത്സവങ്ങളാണ്. നമ്മുടെ ഉത്സവങ്ങളെല്ലാം സർവജ്ഞാനോത്സവങ്ങളാണ്. ഉത്സവം സർവജ്ഞാനോത്സവം ആനന്ദപൂരമായി ആഘോഷിക്കുവാൻ തീരുമാനം ചെയ്തുകൊണ്ടാണ് ഈ പ്രകൃതിയിലേക്ക് ഞാൻ ദൂത് അയച്ചിരിക്കുന്നത്. എല്ലാ ലോകത്തിലേക്കും ദൂത് അയച്ചിരിക്കുകയാണ്. ഏതെല്ലാം കർമ്മമേഖലകളിൽ നിന്ന് എവിടെ നിന്നെല്ലാം പ്രവർത്തിക്കുന്നുവോ, ആ ഏത് വിധാത്മാക്കൾ എവിടെയെല്ലാം നിലകൊള്ളുന്നുവോ എല്ലാവർക്കുമുള്ള ഏകകർമ്മമാണ് പുണ്യപൂരം. ആ എല്ലാവർക്കുമുള്ള ഏക ഉത്സവമാണ് പുണ്യപൂരം. അതുകൊണ്ടാണ് സർവ്വലോകങ്ങളിലേക്കും ഞാൻ ദൂത് അയച്ചിരിക്കുന്നത്. ആ വിധത്തിൽ എല്ലാ ലോകങ്ങളും ഒരുങ്ങി നിന്നുകൊണ്ട് ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഈ പ്രകൃതിയും മനുഷ്യാത്മാക്കളും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. അന്തിമവതാരസുദിനമിതാഗതമായി സഹോദരരെ, ഒരുമിച്ചിടാം, നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഒരുമിച്ചിടാം, നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഏകചിന്തയോടുകൂടി, ഏകലക്ഷ്യത്തോടുകൂടി, ഏക സങ്കല്പത്തോടുകൂടി, ഏകാത്മനാഥനാകുന്ന പരമാത്മപാദത്തിൽ ആശ്രയിച്ചാൽ ആരെല്ലാം എവിടെ നിന്നെല്ലാം ഈ സന്നിധാനത്തിലേക്ക് എത്തുവാനും ഈ ആനന്ദോത്സവത്തിൽ പങ്കെടുക്കുവാനും ആഗ്രഹിക്കുന്നുവോ, അത് ഏത് രാജ്യത്തിലാകട്ടെ, എത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാവട്ടെ, എല്ലാ ഇടങ്ങളിൽ നിന്നും നമ്മുടെ സന്താനങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ ഇവിടെ എത്തിച്ചേരുവാനും ഈ ഉന്നത കർമ്മങ്ങൾ പങ്കെടുക്കുവാനും സാധിക്കും. സത്യം സത്യം സത്യം. അതിനുവേണ്ടി നിങ്ങൾ ഭവനങ്ങൾ പ്രാർത്ഥിക്കുക, ഹൃദയങ്ങളിൽ പ്രാർത്ഥിക്കുക, എല്ലാ ആരാധനകളിലും പ്രാർത്ഥിക്കുക, എല്ലാ കർമ്മമേഖലകളിലും പ്രാർത്ഥിക്കുക. കാരണം ജന്മിയാകുന്ന ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടത് ആരുടെ കടമയാണ്? ജന്മിയാകും ഗുരുവിന്റെ ജന്മദിനം ആഘോഷിപ്പാൻ ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. ജന്മമെടുത്ത സർവാത്മാക്കളുടെയും കടമയാണ് ജന്മിയുടെ ജന്മദിനം ആഘോഷിക്കാൻ. അങ്ങനെ ആ ഏകവിചാരത്തോടുകൂടി, ആ കർത്തവ്യബോധത്തോടുകൂടി എല്ലാവരും ഒത്തുചേർന്ന് ഒരുങ്ങുക. ഉന്നതനാകുന്ന ജഗദീശ്വരനും തന്റെ ദേവീദേവന്മാരും ത്രിമൂർത്തികളും മഹർഷീശ്വരന്മാരും ബ്രഹ്മർഷികളും സർവ്വലോകങ്ങളും സർവ്വദേവകളും സർവ്വദൂതന്മാരും സർവ്വപ്രകൃതികളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളിൽ ആനന്ദിക്കുമാറാകട്ടെ, മാനവലോകത്തിൽ ആനന്ദിക്കുമാറാകട്ടെ, ഈ പ്രകൃതിയിൽ ആനന്ദിക്കുമാറാകട്ടെ, ആനന്ദപൂരം നടത്തപ്പെടുമാറാകട്ടെ. ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. എല്ലാം പ്രകൃതിയിൽ കൂടി ഒരുക്കി നിങ്ങൾക്ക് ഈശ്വരൻ ദാനം ചെയ്യുമാറാണ്.
ഈശ്വരൻ നമുക്കായി ദാനം ചെയ്യുവാൻ സർവശക്തിയുടെ കാരുണ്യത്താൽ സർവശക്തിയുടെ മഹാകാരുണ്യത്താൽ ഇത്രയും സന്താനങ്ങൾ എത്തിച്ചേരുവാനും ഇത്രയും ഭഗവത് സന്താനങ്ങൾ ഇത്രയും മഹത്തരമായും അനുഗ്രഹമായും ഇതെല്ലാം നടത്തപ്പെടുവാനും അനുഗ്രഹമായി മഹത്തരമായി ഇതെല്ലാം നടത്തപ്പെടുവാൻ കാരണമായത് മഹാശക്തിയുടെ കാരുണ്യമാണ്. ആ കാരുണ്യം എന്നും നിങ്ങൾ നിലനിൽക്കുമാറാകട്ടെ. നിങ്ങൾ ഒരുക്കിയ ഒരുക്കങ്ങളെല്ലാം ഈശ്വരൻ സ്വീകരിക്കട്ടെ. നിങ്ങൾ അർപ്പിച്ച നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിക്കുകയാണ്. സർവദോഷങ്ങളും ദുഃഖങ്ങളും തീർന്ന് നിങ്ങൾ ആനന്ദിക്കട്ടെ. നിങ്ങളുടെ പരമ്പരകൾക്ക് പോലും ഇത് ഭാഗ്യമായി വരട്ടെ. നിങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങൾ കഴിയുന്ന ഓമന മിത്രങ്ങൾക്ക് ഇത് ആനന്ദമായി ഭവിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇത് അനുഗ്രഹമായി ഭവിക്കട്ടെ. ഈ ദിവസം ഈ അനുഗ്രഹീതമായ വേളയിൽ ഈ ആനന്ദാവസ്ഥയിൽ വന്നു ബന്ധപ്പെടുവാൻ പറ്റാതെ ഈ അവസരം നഷ്ടപ്പെട്ട് ഭവനങ്ങളിലിരുന്ന് ദുഃഖിക്കുന്ന ആത്മാക്കൾക്ക് ഇതിന്റെ അലയൊലികൾ അവിടെയും എത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുവാനാണ്. അങ്ങനെ സർവാത്മാക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പല പ്രദേശങ്ങളിലും ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. എണ്ണമില്ലാതെ മനുഷ്യക്കുരുതി നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹിക്കാനാവാത്ത ദുഃഖമുണ്ട്. എല്ലാം ഒഴിവാക്കി സർവശക്തി ശാന്തിയും സമാധാനവും ലോകത്തിൽ നിലനിർത്തുമാറാകട്ടെ. യാതൊരു ഭേദബുദ്ധിയും ഇല്ലാതെ മനുഷ്യൻ ഒന്നാണെന്നുള്ള ചിന്തയോടുകൂടി ആർക്കും ആവശ്യമായ സ്വാതന്ത്ര്യവും ആർക്കും ആവശ്യമായ ഭക്ഷണവും ആർക്കും ആവശ്യമായ സർവ്വ സൗകര്യങ്ങളും ഭേദവിചാരം കൂടാതെ പരസ്പരം കൈമാറിക്കൊണ്ട് ജീവിതം ചെയ്യുവാൻ സർവശക്തി സൽബുദ്ധിയായി ഏവരിലും നിറയപ്പെടുമാറാകട്ടെ. ആത്മബോധം കൊണ്ടല്ലാതെ ആത്മലോക രക്ഷയ്ക്ക് മറ്റു മാർഗമില്ല. അതുകൊണ്ട് നമുക്കിനി അടങ്ങിയിരിക്കുവാൻ നേരമില്ല. എത്രയും വേഗം എത്രയും വേഗം എത്രയും വേഗം ഈ സത്യത്തെ ലോകത്തിലേക്ക് എത്തിക്കുക. യാതൊരു നിവൃത്തിയുമില്ല നമുക്കിനി അടങ്ങിയിരിക്കുവാൻ. കാരണം എന്തെല്ലാം കാര്യങ്ങൾ ലോകരംഗത്ത് ആരെല്ലാം പ്രവർത്തിച്ചിട്ടും എന്തെല്ലാം സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയിട്ടും ഈ വിധത്തിലുള്ള യുദ്ധങ്ങളും അപ്രിയങ്ങളും പോരായ്മകളും ഒന്നും ലോകത്തിൽ നിന്ന് മാറുന്നില്ല. അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ ഏകാത്മാവാകുന്ന പരമാത്മാവിന്റെ ദർശനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ശുഭാനന്ദ ആദർശത്തെ ഏറ്റവും വേഗം ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുവാൻ ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, ആദർശത്തെ ലോകരംഗെ പ്രകാശിപ്പിക്കാൻ ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ.
അജ്ഞാനത്തോട് അധർമ്മത്തോട് എതിർത്തുകൊള്ളുക. അണി അണിയായി ചേർന്നു നിയമജീവിതം ചെയ്തു. അജ്ഞാനത്തോട് അധർമ്മത്തോട് എതിർത്തുകൊള്ളുക. ഓ തകരട്ടെ ജാതി മത കോട്ടയെല്ലാം ലോകരംഗേ തകരട്ടെ. തകരട്ടെ ജാതി മത കോട്ടയെല്ലാം ലോകരംഗേ. ശുഭാനന്ദ തപോശക്തി ഭജിച്ചിടട്ടെ ഭരിച്ചിടട്ടെ. ശുഭാനന്ദ തപോശക്തി ഭരിച്ചിടട്ടെ. തകരട്ടെ ജാതി മത കോട്ടയെല്ലാം ലോകരംഗേ. ശുഭാനന്ദ തപോശക്തി ഭരിച്ചിടട്ടെ. ശുഭാനന്ദ തപോശക്തി ഭരിച്ചിടട്ടെ. തകരട്ടെ ജാതി മത കോട്ടയെല്ലാം ലോകരംഗേ. ശുഭാനന്ദ തപോശക്തി ഭരിച്ചിടട്ടെ. ശിവാനന്ദ തപോശക്തി ഭരിച്ചിടട്ടെ. അണി അണിയായി ചേർന്നു നിയമജീവിതം ചെയ്ത്. അജ്ഞാനത്തോട് അധർമ്മത്തോട് എതിർത്തുകൊള്ളുക. തകരട്ടെ ജാതി മത കോട്ടയെല്ലാം ലോകരംഗേ. തകരട്ടെ ജാതി മത കോട്ടയെല്ലാം ലോകരംഗേ. തകരട്ടെ ജാതി മത കോട്ടയെല്ലാം ലോകരംഗേ. ശുഭാനന്ദ തപോശക്തി ഭരിച്ചിടട്ടെ. ശുഭാനന്ദ തപോശക്തി ഭരിച്ചിടട്ടെ. ജയിക്കട്ടെ ആത്മബോധം ഭരിക്കട്ടെ ആത്മലോകം ജയിക്കട്ടെ. ജയിക്കട്ടെ ആത്മബോധം ഭരിക്കട്ടെ ആത്മലോകം. ജയിക്കട്ടെ ആത്മബോധം ഭരിക്കട്ടെ ആത്മലോകം. ശുഭാനന്ദ തപോശക്തി ഭരിച്ചിടട്ടെ. ജയിക്കട്ടെ ആത്മബോധം ഭരിക്കട്ടെ ആത്മലോകം. ശുഭാനന്ദ തപോശക്തി ഭരിച്ചിടട്ടെ. ജയിക്കട്ടെ ആത്മബോധം ഭരിക്കട്ടെ ആത്മലോകം. ജയിക്കട്ടെ ആത്മബോധം ഭരിക്കട്ടെ ആത്മലോകം. ശുഭാനന്ദ തപോശക്തി ഭരിച്ചിടട്ടെ. തകരട്ടെ ജാതി മത കോട്ടയെല്ലാം ലോകരംഗേ. തകരട്ടെ ജാതി മത കോട്ടയെല്ലാം ലോകരംഗേ. തകരട്ടെ ജാതി മത കോട്ടയെല്ലാം ലോകരംഗേ.
തപോശക്തി, അജയ്യനായ തപോശക്തി, ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത മഹാശക്തി, ആർക്കും എതിർത്ത് ജയിക്കാൻ കഴിയാത്ത തപോശക്തി, നിഷ്കളങ്ക ജ്ഞാന ഖഡ്ഗിയാകുന്ന തപോശക്തി. ഓ ഉന്നതനായ ഇതാ ലോകത്തിൽ വാഴുന്നു. നിങ്ങളെ കാണുവാൻ, നിങ്ങളെ കേൾക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളെ ആനന്ദിപ്പിക്കുവാൻ ആ അവതാര സുദിനം നിങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് ഘോഷിക്കുക. ഉന്നതമായി ഭവിക്കട്ടെ, ആനന്ദമായി ഭവിക്കട്ടെ. മഹാശക്തിയുടെ കളിവിളയാട്ടം എല്ലാ ദിനങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും അനുഭവപ്പെടുമാറാകട്ടെ. അപ്രകാരം ലോകരംഗത്ത് മഹാശക്തി കലിയുഗ ഖഡ്ഗിയായി വാഴുന്നു എന്ന സത്യം വിളംബരം ചെയ്യുവാൻ ഞാനിതാ എന്റെ തപോശതാബ്ദി സ്മാരക ഗോപുരം നിർമ്മിക്കുകയാണ്. ഉന്നതമായതിന്റെ പൂർത്തീകരണത്തിനായി എല്ലാ രാജ്യങ്ങളിലുമുള്ള എന്റെ സന്താനങ്ങൾ ആർത്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനകളെയും നേർച്ചകളെയും സങ്കല്പങ്ങളെയും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഉന്നതമായതാ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ മഹാശക്തി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അത് വന്ന് കാണുവാൻ തക്ക വിധത്തിൽ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ അതിന്റെ പൂർണ്ണരൂപത്തെ കാണുവാൻ തക്ക വിധത്തിലുള്ള ഒരു ആത്മാവിനെ ഒരുക്കി ആത്മദീപമായി നിലനിർത്തിക്കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടെ എന്നും കരുതണമേ എന്ന് നമുക്ക് മഹാശക്തിയോട് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അതിലേക്കായി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വന്നുചേർന്ന നിങ്ങളെല്ലാം ഞാനിതാ ദർശിച്ച് അനുഗ്രഹിക്കുകയാണ്. സർവ്വനേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുകയാണ്. ഉന്നതനാകുന്ന ദൈവത്തിന്റെ തിരുനാമത്തിൽ ഈ ആരാധനയ്ക്ക് ശേഷം നടക്കുന്ന സമൂഹ സദ്യക്ക് ശേഷം നമുക്ക് ജന്മനക്ഷത്ര സമ്മേളനമുണ്ട്. അത് ഉന്നതമായ നിലയിൽ നടത്തപ്പെടണം. എല്ലാവരുടെയും സാന്നിധ്യം അവിടെയും ഉണ്ടാവണം. അത് കഴിഞ്ഞ് സേവയുണ്ട്, അത് കഴിഞ്ഞ് ഭക്തിഗാന സുധയുണ്ട്. എല്ലാം ഉന്നതമായി നടത്തപ്പെടുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. സർവശക്തി നടത്തുന്ന ഈ കർമ്മങ്ങൾ വന്ന് ബന്ധപ്പെട്ട് ഇതിന്റെ അനുഗ്രഹം സ്വീകരിക്കുക എന്നുള്ളത് ആത്മലോകത്തിന്റെ കടമയാണ്. അങ്ങനെ സ്വീകരിക്കപ്പെടുവാൻ തക്ക വിധത്തിൽ സർവകർമ്മങ്ങൾ നിങ്ങൾ ബന്ധിച്ചിരിക്കുക. സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആപത്തൊഴിഞ്ഞ ആനന്ദത്തിൽ എന്നും വളർത്തുമാറാകട്ടെ. നിങ്ങൾക്ക് രക്ഷകനായ ശുഭാനന്ദ തപോശക്തി എന്നും വാഴുമാറാകട്ടെ. ശുഭാനന്ദ തപോശക്തി എന്നും വാഴുമാറാകട്ടെ.